ചെയ്ത കേസിൽ ഓൾമോസ്റ്റ് ഒരു 20-25 പേർക്കോളം CBT ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഒക്കെ ഈ ബാച്ചിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരിൽ 98% എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. ഇതിനകത്ത് 2% ഒഴിച്ച് അത് സിവിയർ സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോട്രിക് ഇഷ്യൂസ് ഉള്ളത് വന്ന കേസ് ഒഴിച്ച് എല്ലാം നല്ല റിസൾട്ടാണ് തീർച്ചയായും CBT ഇന്റർവെൻഷനിലൂടെ കിട്ടുന്നത്. കാരണം നമ്മളുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസിന് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസിന്, ബിഹേവിയർ പ്രോബ്ലംസിന്റെ ഒക്കെ അടിസ്ഥാന കാരണം, അതിന്റെ കോസൽ ഫാക്ടർ, അതിന്റെ എറ്റിയോളജിക്കലി അതിന്റെ ചീഫ് കർഡിനൽ റീസൺ ഈസ് നത്തിങ് ബട്ട് അവർ ഡിസ്റ്റോർട്ടഡ് കൊഗ്നിഷൻ ഓർ ഡിസ്ഫങ്ഷണൽ കൊഗ്നിഷൻ ഓർ മാലഡാപ്റ്റീവ് കൊഗ്നിഷൻ. നമ്മുടെ ചിന്താരീതി മാറുമ്പോൾ തീർച്ചയായും നമ്മൾ മാറുക ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നത്തിന് കാരണം നമ്മുടെ ചിന്തകളാണ്. എനിക്കിത് കൊള്ളത്തില്ല, അവരെന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തു. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ആദ്യം നമ്മൾ CBT ഇന്റർവെൻഷന്റെ ഇനീഷ്യൽ ഫേസൽ ക്ലാസ്സസിലെ ചെയ്യിപ്പിക്കുന്ന സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള, സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, സെൽഫ് അനിഹിലേറ്റിംഗ് ആയിട്ടുള്ള, സെൽഫ് ഡാമേജിംഗ് ആയിട്ടുള്ള, അൺപ്രൊഡക്റ്റീവ്, ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള തോട്ട്സുകൾ, ഇറേഷണൽ തോട്ട്സ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക ചെയ്യുന്നത്. മനസ്സിൽ ഇതുവരെ ചിന്തിച്ചിട്ടുള്ള അല്ലെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന ആ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ, നമ്മൾ പറയും ഓട്ടോമാറ്റിക് നെഗറ്റീവ് ഇൻട്രൂസീവ് തോട്ട്സ്, ആ തോട്ട്സ് പാറ്റേൺ മുഴുവൻ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക ചെയ്യുന്നത്. ചില കേസിലൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിൽ, ഒരു ക്ലയന്റിൽ ഞാൻ കണ്ടത് 6 പേജുണ്ട്. ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു ഹിയർ ദാറ്റ്. 6 പേജാണ് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള, ചെറിയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് അല്ലെ ഡിസ്ഫങ്ഷണൽ തോട്ട്സ്. ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ്, അതർവൈസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് മാലഡാപ്റ്റീവ് കൊഗ്നിഷൻ എഴുതിയത്. പിന്നെ എന്താണ് നമ്മൾ പോകുന്നത് IBS-ലേക്കാണ്. എല്ലാ ഡീപ് റൂട്ടഡ് ഇൻഡോക്ട്രിനേറ്റഡ് ആയിട്ടുള്ള IBS, ഇറേഷണൽ ബിലീഫ് സിസ്റ്റം ധാരാളമുണ്ട് നമ്മളുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളില്. നമ്മൾ ചെറിഷ് ചെയ്യുകയാണ് ഈ IBS-ന്, ഇറേഷണൽ ബിലീഫ് സിസ്റ്റത്തിന്. ഞാൻ കഷ്ടകാലം പിടിച്ചാണ്, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടും, ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല, ഞാൻ എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല, ഞാനൊരു പരാജയമാണ്, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് എല്ലാവരെയും പോലെ പെർഫോം ചെയ്യാൻ സാധിക്കത്തില്ല. ദീസ് ഓൾ ആർ ഇൻഡോക്ട്രിനേറ്റഡ് ഇറേഷണൽ ബിലീഫ്സ്. അതിനെ നമ്മൾ വീണ്ടും വീണ്ടും ചില എപ്പിസോഡ്സ് വരുമ്പോൾ വീണ്ടും റീ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഈ IBS നമ്മുടെ മൈൻഡിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ CBT ഇന്റർവെൻഷനില് ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള, ഇൻഡോക്ട്രിനേറ്റഡ് ആയിട്ടുള്ള ഇറേഷണൽ ബിലീഫ്സിനെ മുഴുവനും സെൽഫ് എക്സ്പ്ലോറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്ന് അവിടെ റീപ്ലേസ്മെന്റ് വിത്ത് RBS, റാഷണൽ ബിലീഫ് സിസ്റ്റവുമായിട്ട് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് or substituted with സെൽഫ് കൺസ്ട്രക്റ്റീവ് ബിലീഫ് സിസ്റ്റം. തീർച്ചയായിട്ടും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത് 100% റിസൾട്ട് പ്രൂവൻ ആണ് CBT തെറാപ്പി. സോ ഐ റെക്കമെൻഡ് ഫോർ എവരിബഡി ടു അണ്ടർഗോ ത്രൂ എ CBT ഇന്റർവെൻഷൻ. ഈവൻ സ്റ്റുഡൻസ് ആർ അണ്ടർഗോയിങ് ത്രൂ ദിസ് സെഷൻ. കറന്റ്ലി ഞാനിപ്പോൾ എടുക്കുന്നതിനകത്ത് 2-3 സ്റ്റുഡൻസുകൾ പോലും ഉണ്ട്. ദേ ആർ സ്റ്റഡിങ്, ദേ ആർ ഗോയിങ് ത്രൂ ദി 10th എക്സാം. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് കോൺഫിഡൻസ് കൂടും, മൈൽഡ് ആയിട്ടുള്ള ആൻസൈറ്റി will be vanished. Overall അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എൻ്റയർ ഏരിയാസിൽ തീർച്ചയായിട്ടും അവർക്ക് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓർ ഗ്രോത്ത് ഓർ ഇംപ്രൂവ്മെന്റ് കിട്ടും എന്നുള്ളതിനകത്ത് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല. ഐ അഷ്വർ യു ദ റിസൾട്ട്. താങ്ക് യു.